ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. മലപ്പുറം, പാലക്കാട്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. വെള്ളിയാഴ്ച ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അതേസമയം കനത്ത മഴയെ തുടർന്ന് താമരശ്ശേരി ചുരം വീണ്ടും അടച്ചു. കഴിഞ്ഞ ദിവസം മണ്ണ് ഇടിഞ്ഞ പ്രദേശത്ത് ഇപ്പോഴും മണ്ണും കല്ലും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയാണ്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ വെള്ളം കുത്തിയൊഴുകുന്ന സാഹചര്യവുമുണ്ട്. ചുരം കവാടം പോലീസ് കയർ കെട്ടി അടച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ട് നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാട്ടർ മെട്രോ കൊച്ചി വിമാനത്താവളത്തിലേക്ക് സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് പ്രാരംഭ സാധ്യതാ പഠനം ആരംഭിച്ചു. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. പ്രാരംഭ പഠനത്തിനായി രൂപീകരിച്ച ആഭ്യന്തര ഉന്നതതല കമ്മിറ്റി പ്രവർത്തനം തുടങ്ങി. കൊച്ചി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കും പ്രാന്തപ്രദേശങ്ങളിലേക്കും വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കണമെന്ന പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. കൊച്ചി മെട്രോയെ വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന സമാന്തര ഗതാഗത മാർഗമായി വികസിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ആദ്യം ഈ റൂട്ടാണ് പരിഗണിക്കുന്നത്. കൊച്ചി മെട്രോയ്ക്കും സിയാലിനും കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനും ഗതാഗത തടസ്സം മൂലം യാത്രക്കാർക്കുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാനും വാട്ടർ മെട്രോയ്ക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2025 പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയായി. ജൂലൈ 25 ആരംഭിച്ച പരിശോധന 1 മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. സംസ്ഥാനത്തെ 14 ജില്ലകളായി സജ്ജീകരിച്ച 21 കേന്ദ്രങ്ങളിൽ വെച്ചാണ് പരിശോധന നടത്തിയത്. സീഡിറ്റിൽ എൻ്റെ കേരളം വിജ്ഞാന കേരളം പദ്ധതിയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ സ്റ്റെപ്പൻ ഡിസൈനർമാരെ ഇന്റേൺഷിപ്പിന് നിയമിക്കുന്നതിന് വാക്ക് ആൻഡ് ഇൻ്റർവ്യൂ നടത്തും. യോഗ്യത BFA അല്ലെങ്കിൽ BA, BSc അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും, ആനിമേഷൻ ഡിസൈനിൽ ബിരുദാനന്തര ബിരുദവും, ഡിപ്ലോമയും, പോർട്ട്ഫോളിയോ അഡോബ് ക്രിയേറ്റീവ് സ്യൂട്ട്, വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്, ക്രിയേറ്റിവിറ്റി, ഡിസൈനിങ് എന്നിവയിലുള്ള കഴിവ് അഭികാമ്യം. അവസാന വർഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. പ്രതിമാസം സ്റ്റൈപ്പൻഡ് 20,000 രൂപ. കാലാവധി 179 ദിവസം. പ്രായപരിധി 2025 ഓഗസ്റ്റ് 22-ന് 30 വയസ്സ് കവിയരുത്. തിരിച്ചറിയൽ രേഖയും യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ സെപ്റ്റംബർ 9 രാവിലെ 10:30 മുതൽ 1:30 വരെ നടത്തുന്ന വാക്ക് ആൻഡ് ഇൻ്റർവ്യൂവിൽ ഹാജരാകണം.